പുതുപ്പള്ളിയിലെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പള്ളിയിൽ ഇന്ന് കുർബാനയ്ക്ക് എത്തിയിട്ടുള്ള നിരവധി ആളുകളും ഒപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കെ.സി. ജോസഫിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്ലേഷിക്കുകയാണ്. ഇപ്പോൾ പി.സി. വിശ്വനാഥ് ഇടത്തും കെ.സി. ജോസഫ് ഇടത്തും പി.സി. വിശ്വനാഥ് വലത്തുമായി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശിച്ച് മെഴുകുതിരി കൊളുത്തിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കോട്ടയത്തെ പുതുപ്പള്ളിയിലെ കെ.സി. ജോസഫിൻ്റെയൊക്കെ സ്നേഹം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കല്ലറയിൽ ബുക്കേ വെച്ച് പൂച്ചെണ്ടു വെച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉമ്മൻചാണ്ടി ഇറങ്ങിയ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ തൊട്ടു വന്നിച്ചാണ് യാത്ര ആരംഭിച്ചത്. അവിടെ നിന്നും ഇപ്പോൾ തിരിച്ച് നിയമസഭയിലേക്ക് പോകുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടി ഉമ്മനില്ല, പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി, പൂച്ചെണ്ടു വെച്ച് മെഴുകുതിരി കൊളുത്തി കോട്ടയത്തെയും പുതുപ്പള്ളിയിലെയും കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം ഏറ്റുവാങ്ങിയായിരിക്കും ഇനി നിയമസഭാംഗത്വത്തിലേക്ക് കടക്കുക. ഒരു പുതിയ രാഷ്ട്രീയ ജീവിതം തുടങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത്. ഇതുവരെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സംഘടനാ പ്രവർത്തനങ്ങളിലെ പോരാളിയായിരുന്നുവെങ്കിൽ ഇനി നിയമസഭയിലെ പോരാളിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും. രാഹുൽ മാങ്കൂട്ടത്തിന് ആ ഊർജം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നാണ്. ഷാഫി പറമ്പിലിനോടൊപ്പം കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിനിറങ്ങുമ്പോഴും എന്താണോ ഷാഫി പറമ്പിൽ ചെയ്തത് അതേ രീതിയിലൂടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും യാത്ര. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളുള്ള ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളിയിലെ വലിയ പള്ളിയിലെത്തി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിശ്രമിക്കുന്ന കല്ലറയിൽ തൊട്ട് പുഷ്പാർച്ചന നടത്തി, പൂച്ചെണ്ടു വെച്ച് മെഴുകുതിരി കൊളുത്തി, അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിൽ മാലയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ലീഡറിൻ്റെ കല്ലറയിലെത്തിയില്ല എന്ന ചോദ്യം അന്ന് വിവാദമായിരുന്നു. സരിൻ ലീഡറുടെ കല്ലറയിലെത്തി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും അന്നെത്തി. രണ്ട് സമയത്തും ചാണ്ടിയുമ്മൻ ഉണ്ടായിരുന്നില്ല. രണ്ടും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ തിരക്കുകളായിരുന്നു കാരണം എന്നുള്ളതാണ് വിശദീകരണവും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് മെഴുകുതിരി കൊളുത്തി പുഷ്പങ്ങൾ അർപ്പിച്ച് ഒരു പുതിയ രാഷ്ട്രീയ യാത്രയ്ക്കുള്ള തുടക്കം കുറിക്കുകയാണ്. സംഘടനയിൽ നിന്ന് ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനായകൻ എത്തുന്നതോടുകൂടി കോൺഗ്രസിന്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഒരു കരുത്തുള്ള ശബ്ദമായി മാറും. പിണറായി വിജയനെയും സർക്കാരിനെയും വാക്ശരങ്ങൾ കൊണ്ട് നേരിടാൻ സമർത്ഥനായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷയാണ്. പാലക്കാട് പോലെ UDFിൻ്റെ ഉരുക്കുകോട്ടയിൽ നിന്ന് ഷാഫി പറമ്പിലിൻ്റെ പിൻഗാമിയായി, ഷാഫി പറമ്പിലിൻ്റെ തന്നെ രാഷ്ട്രീയ ഗുരുവായി അദ്ദേഹം പലതവണ വിശേഷിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ PC വിശ്വനാഥിനോടും KC ജോസഫിനോടുമൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പുതിയ രാഷ്ട്രീയ ജീവിതയാത്ര ആരംഭിക്കുന്നത്. ക്യാമറ കണ്ണുകളുണ്ട്, ഒപ്പം പ്രവർത്തകരുണ്ട്. കോൺഗ്രസിലെയും പുതുപ്പള്ളിയിലെയും കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനും അദ്ദേഹത്തിന് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കാനുമായി പുതുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബം, അതിൽ ചാണ്ടി ഉമ്മൻ ഇന്നിപ്പോൾ US-ലാണുള്ളത്. അദ്ദേഹം മുംബൈ വഴി US-ലേക്ക് പോകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഈ ദിവസം അവിടെ ഇല്ല. ഇപ്പോൾ കോൺഗ്രസ് കുടുംബത്തിലെ പുതിയ പ്രതീക്ഷയായി എത്തുന്ന പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇനി വലിയ ഇന്നിങ്സുകൾ കളിക്കാനുണ്ട്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, ഈ ദൃശ്യങ്ങൾ വളരെ വൈകാരികമായ ദൃശ്യങ്ങൾ കൂടിയാണ്. കാരണം അന്ന് പ്രചരണത്തിനിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചതും ലീഡറുടെ ഓർമ്മക്കുടീരത്തിൽ പോകാത്തതും വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയ ജീവിതയാത്ര തുടങ്ങാനും അതേ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആണ് എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ലമീൻ, പ്രമുഖ നേതാക്കളൊക്കെയുണ്ട്, KC ജോസഫും PC വിശ്വനാഥും ഉണ്ട്, പക്ഷേ ചാണ്ടി ഉമ്മനില്ല അല്ലേ? അവിടെ ഇല്ല. അദ്ദേഹം വിദേശ പര്യടനത്തിലും മറ്റ് യാത്രകളിലുമൊക്കെയാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ഗുരുവായി കാണുന്നത് ഉമ്മൻചാണ്ടിയാണ്. സ്വാഭാവികമായും ഷാഫി പറമ്പിലും PC വിശ്വനാഥും
ആ ഗ്രൂപ്പിലെ ഇടം തലമുറക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ അവരുടെ രാഷ്ട്രീയ പടവുകൾ കയറുമ്പോൾ ഉമ്മൻചാണ്ടിയെ മറന്നൊരു മുന്നോട്ട് പോക്ക് അവർക്ക് സാധ്യമല്ല എന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോയ ഘട്ടത്തിലായിരുന്നാലും പിന്നീട് വിജയിച്ചു വരുമ്പോഴായിരുന്നാലും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് അദ്ദേഹം പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. അതേ പാതയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലും കടന്നു പോകുമ്പോൾ അവർക്ക് ഉമ്മൻചാണ്ടി എത്രത്തോളം വേണ്ടപ്പെട്ടവനായിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണ്. KUCിലൂടെയും മറ്റ് സംഘടനാ പ്രവർത്തകനായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിട്ടും ഒക്കെ കടന്നു വരുമ്പോൾ അവർക്കെല്ലാം മുന്നിലൊരു മാർഗദർശിയായി എന്നും ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയാണ്.